നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ താമര വിരിയാൻ പോകുന്നു. അടുത്ത നിയമസഭയിൽ ബി.ജെ.പിക്ക് 4 മുതൽ 8 വരെ അംഗങ്ങളുണ്ടായാൽ അതിശയം വേണ്ട. ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും നിയമസഭയിൽ എത്തുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൃശൂരിൽ പത്മജ വേണുഗോപാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ബി സന്ധ്യയും രാജീവ് ചന്ദ്രശേഖറും നിയമസഭയിൽ എത്തുമെന്നും കരുതുന്നവരുണ്ട്. ആറന്മുളയിൽ കുമ്മനം ജയിച്ചു കയറാൻ സാഹചര്യമേറെ എന്നാണ് പറയപ്പെടുന്നത്. വിജയം ഉറപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ നേതാക്കൾ കേരളത്തിലെത്തുകയാണ്. കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ ബി.ജെ.പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേരളത്തിലെത്തുന്നു. ബി.ജെ.പി സംസ്ഥാനത്ത് 10ലേറെ നിയമസഭാ സീറ്റുകളാണ് ജയസാധ്യത. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിൽ ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽപ്പെട്ട 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും ഞെട്ടിച്ചു. ഇതുകൂടാതെ 9 മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി രണ്ടാമതുമെത്തി. ഒന്നാമതെത്തിയ മണ്ഡലങ്ങളെല്ലാം നിയമസഭയിൽ എൽ.ഡി.എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്നത് എൽ.ഡി.എഫിന് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഇവിടെ ബി.ജെ.പി വോട്ട് നില ഉയർത്തിയാൽ നേട്ടം യു.ഡി.എഫിനായിരിക്കും. ബി.ജെ.പി ഒന്നാമതെത്തിയ മണ്ഡലങ്ങളിൽ സംസ്ഥാനത്ത് മന്ത്രിമാരായ കെ രാജന്റെ ഒല്ലൂരും വി ശിവൻകുട്ടിയുടെ നേമവും ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയും ഉൾപ്പെടുന്നു. 2021 നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, മലമ്പുഴ, പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളാണ് ബി.ജെ.പി രണ്ടാമതെത്തിയത്. ഇതിൽ ചാത്തന്നൂർ CPIയുടെയും മലമ്പുഴ CPMന്റെയും ശക്തമായ കുത്തക മണ്ഡലങ്ങളാണ്. 2016ലും 2021ലും മഞ്ചേശ്വരം കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ബി.ജെ.പിയിലെ കെ സുരേന്ദ്രന് നഷ്ടപ്പെട്ടത്. 2016ലെ 89 വോട്ടുകൾക്കും 2021ൽ 745 വോട്ടുകൾക്കുമായിരുന്നു സുരേന്ദ്രന്റെ തോൽവി. കെ സുരേന്ദ്രൻ വിജയിക്കാതിരിക്കാൻ എൽ.ഡി.എഫ് 2 തിരഞ്ഞെടുപ്പുകളിലും 5000 വീതം വോട്ടുകൾ യു.ഡി.എഫിന് മറിച്ചു കൊടുത്തതായാണ് എക്കാലത്തെയും വിമർശനം. 2001 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനോട് ബി.ജെ.പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ പരാജയപ്പെട്ടത് വെറും 3859 വോട്ടുകൾക്ക്. നേമത്ത് വി ശിവൻകുട്ടിയുടെ കുമ്മനം രാജശേഖരൻ തോറ്റത് കേവലം 3949 വോട്ടുകൾക്ക്. കോൺഗ്രസിലെ കെ മുരളീധരൻ നേമം അസംബ്ലി മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തായിരുന്നു. കുമ്മനവുമായി മുരളീധരന്റെ വ്യത്യാസം 15000 വോട്ടുകൾ. അതായത് നേമത്ത് കോൺഗ്രസിനേക്കാൾ ഏറെ മുന്നിലെത്തിയിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ വി രാജേഷും, കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനും, ആറ്റിങ്ങലിൽ പി സുധീറും, ചാത്തന്നൂരിൽ ബി ഗോപകുമാറും, മലമ്പുഴയിൽ സി കൃഷ്ണകുമാറും, കാസർഗോഡ് കെ ശ്രീകാന്തും ബി.ജെ.പി സ്ഥാനാർത്ഥികളായി രണ്ടാമതെത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടക്കട, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി.ജെ.പിയാണ് ഒന്നാമതെത്തിയത്. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, ഹരിപ്പാട്, കായംകുളം, വർക്കല, തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിങ്കര മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തി. ഈ വിജയങ്ങളാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആഞ്ഞുവീശ യു.ഡി.എഫ് അംഗ തരംഗത്തിൽ ഇടതുകോട്ടകൾ ഒന്നാതിൽ നിലം പരിശയപ്പോൾ മന്ത്രിമാരുടെ അടക്കം നിയമസഭാ മണ്ഡലങ്ങൾ എൽ.ഡി.എഫിനെ കൈവിട്ടു. 111ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് ഭൂരിപക്ഷം നേടിയപ്പോൾ 18 മണ്ഡലങ്ങളിൽ മാത്രമേ എൽ.ഡി.എഫിന് മേൽക്കൈ നേടാൻ സാധിച്ചുള്ളൂ. അതേസമയം കേരളത്തിൽ ആദ്യമായി തൃശൂരിൽ ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത ബി.ജെ.പി സംസ്ഥാനത്ത് 11 നിയമസഭാ മണ്ഡലങ്ങളാണ് ഒന്നാമതെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിമാരുടെ മണ്ഡലത്തിലടക്കം യു.ഡി.എഫ് ഭൂരിപക്ഷം നേടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ 1,00,000 വോട്ടിന് വിജയിച്ച ധർമ്മടത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫിന് 2616 വോട്ടിന്റെ ലീഡ് മാത്രമാണ് നേടാനായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.